നമ്മുടെ പ്രത്യക്ഷ ദൈവങ്ങൾ ആരാണെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ അമ്മയും അച്ഛനുമാണ് നമ്മളുടെ പ്രത്യക്ഷ ദൈവങ്ങൾ. നമ്മൾ അമ്മേ അല്ലെങ്കിൽ അച്ഛ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ആരെയാണ് വിളിക്കുന്നത്? സാക്ഷാൽ ഈശ്വരനെ തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ. നമ്മൾ അമ്മയെന്ന് വിളിക്കുമ്പോൾ ആ വിളി ആരിലാക്കുന്ന ഈശ്വരനിൽ എത്തുന്നതാണ്. അതുപോലെ അച്ഛ എന്ന് വിളിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം ജീവിതത്തിൽ നമ്മുടെ പ്രത്യക്ഷ ദൈവങ്ങളും മുതൽ ആരാണ്? അമ്മയും അച്ഛനുമാണ്. അതുപോലെ തന്നെ അമ്മയും അച്ഛനും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ആർക്കാണ്? ഗുരുവിനാണ്. മാതാ പിതാ ഗുരു ദൈവം എന്നാണ് കേട്ടോ. ഗുരു ആരാണ്? അപ്പം ഗുരു ആരാണ്? ഗുരുവെന്ന് പറഞ്ഞാൽ അതായത് ഗുരുവിന് ഇരുട്ടിനെ അകറ്റുന്ന അതായത് നമ്മളുടെ അജ്ഞതയാകുന്ന ഇരുട്ടിനെ അകറ്റി വെളിച്ചമാകുന്ന അറിവ് നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്ന മഹത് വ്യക്തിയാണ് ആര്? ഗുരു. അപ്പം ഗുരുവെന്ന് പറയുമ്പോൾ നമ്മളെന്താ നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകനോ അല്ലെങ്കിൽ അധ്യാപികയോ അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിച്ച അധ്യാപകനോ അധ്യാപികയൊക്കെയാണ്. പക്ഷെ ഇവർ മാത്രമല്ല നമ്മുടെ ഗുരു എന്ന് പറയുന്നത്. നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം നമുക്ക് പറഞ്ഞു തരുന്നത് ആരായാലും ആ വ്യക്തി നമുക്ക് ഗുരുവിന് തുല്യമാണ് കേട്ടോ. നമുക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം നമുക്ക് ഒരു വ്യക്തി പറഞ്ഞു തരികയാണ് എങ്കിൽ ആ വ്യക്തി എന്താണ്? ഗുരുവിന് തുല്യമാണ്. അപ്പം നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ പ്രകൃതി പോലും നമുക്ക് നമുക്ക് ഗുരുവായി മാറാറുണ്ട്. കാരണം പ്രകൃതി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിവായിട്ട് നൽകുന്ന ആരാണ്? പ്രകൃതിയാണ്. അപ്പം പ്രകൃതി ആരാണ്? പ്രകൃതി നമ്മുടെ ഗുരുവാണ്. അതുപോലെ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് മനസ്സിലാവും, പൊടി കുഞ്ഞിൽ നിന്ന് പോലും ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയുമെന്നാണ് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കണം. മാതാ പിതാ ഗുരു ദൈവം. അതുപോലെ തന്നെ അതിഥി ദേവോഭവ കേട്ടോ. അതിഥി എന്ന് പറഞ്ഞാൽ ആരാണ്? അതിഥി എന്ന് പറഞ്ഞാൽ ആരാണ്? അതിഥി എന്ന് പറഞ്ഞാൽ തിഥി നോക്കാതെ വരുന്നവനാണ് അതിഥി. അതിഥി എന്ന് പറയുമ്പോൾ അതിഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളോ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞിട്ട് വരുന്ന ഒരാളായിരിക്കത്തില്ല. അതുപോലെ തന്നെ അതിഥി കറക്റ്റ് ഡെഫിനേഷനാണ് ഞാൻ പറഞ്ഞത്. അതിഥി എന്ന് പറയുമ്പോൾ അതിഥി എന്ത് ചെയ്യത്തില്ല? വരുമെന്ന് നമ്മളെ ഇൻഫോം ചെയ്യാതെ വരുന്ന നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളൊന്നും അറിയാതെ വരുന്നൊരു വ്യക്തിയാണെന്ത്? ആര്? അതിഥി. അപ്പം അതിഥികളെ നമ്മൾ എന്ത് ചെയ്യണം? അതിഥികളെ വീട്ടിൽ വരുന്ന അതിഥികളെ യഥാവധി സ്വീകരിക്കണമെന്നാണ്. അപ്പോൾ അത് നമ്മളെപ്പോഴും പറയാറില്ലേ, വീട്ടിൽ വരുന്ന വ്യക്തികളോട് ഒരിക്കലും കയർത്ത് സംസാരിക്കരുതെന്നൊക്കെ നമ്മളെ കൊച്ചു ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അതിഥി അങ്ങനെ പറയുന്നെങ്കിൽ നമ്മൾക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് വരുന്ന ആളുകളെയും നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? അതിഥിയായിട്ടാണ് കണക്കാക്കുന്നത്. അതിലെന്ത് ചെയ്യാതെ തെറ്റില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അതിഥി എന്ന് പറഞ്ഞാൽ തിഥി നോക്കാതെ വരുന്നവൻ കേട്ടോ. അതിഥി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻഫോം ചെയ്തിട്ട് വരുന്ന ഒരാളല്ല അതിഥി കേട്ടോ. അൺഎക്സ്പെക്റ്റഡായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരാളാണ് അതിഥി. അൺഎക്സ്പെക്റ്റഡായിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്തെ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരാൾ അതിഥിയാണ് കേട്ടോ. അപ്പം മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ, അതിഥി ദേവോഭവ. ഈ കാര്യം നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലെപ്പോഴും ഒരു സ്മരണയുണ്ടായിരിക്കണം, ഓർമ്മയുണ്ടായിരിക്കണം കേട്ടോ. ജീവിതത്തിൽ നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക? ജീവിതത്തിൽ നന്മകൾ തുടരുക, നന്മകൾ പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും ഉറപ്പാണ് 90%, 100% നമ്മളെ എന്ത് ചെയ്യും? ജീവിതത്തിൽ നന്മകൾ നമ്മെ തേടിയെത്തുമെന്നാണ്. നമ്മൾ നന്മകൾ തുടർന്നു കഴിഞ്ഞാൽ നന്മകളെ തേടി നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നന്മകൾ നമ്മെ തേടിയെത്തുമെന്നാണ് കേട്ടോ. ചെറിയ നന്മകൾക്ക് പോലും വലിയ ആപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ചെറിയ നന്മകൾക്ക് എന്ത് കഴിയുമോ? വലിയ വൻ വിപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ കഴിയും. നമ്മളെപ്പോഴും മനസ്സിലാക്കാൻ ഇത് എന്ത് ചെയ്യുക? നന്മ പ്രവർത്തിക്കുക.